എൻ്റെ ജെൻസിക്കുട്ടന്മാരെ ലവ് യു. എടാ, സ്വന്തം തന്ത തെറ്റ് ചെയ്ത തെറ്റെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അത് നിങ്ങളിലുണ്ട് മക്കളെ. അതൊരുപാട് പേർക്ക് നട്ടലിൻ്റെ സ്ഥാനത്തുണ്ടല്ലോ, റബ്ബറും ഫിറ്റ് ചെയ്ത് നടന്ന കുറേ എണ്ണം ഉണ്ട്. അതിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾ പൊളിച്ചു മക്കളെ, ഒരു രക്ഷയില്ല. അതുകൂടാതെ തന്നെ നമ്മൾ പൊതുവേ കാണുന്ന ഹീറോസ് ഉണ്ടല്ലോ, കുറേ സൂപ്പർ ഹീറോസ്. ക്രിക്കറ്റിലാണെങ്കിൽ കുറേ സൂപ്പർ ഹീറോസ്. ഈ സിനിമയിലെ താരങ്ങൾ എവിടെ മാളത്തിൽ പോയി ഒളിച്ചിരുന്നില്ലേ? ഓരോ നമ്മൾ രാഷ്ട്രത്തിലെ ഏറ്റവും സൂപ്പർ ഹീറോസ് ആര്? നമ്മുടെ ആർമി അല്ലേ, പട്ടാളം, പോലീസ്, നേഴ്സുമാർ, ഡോക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല നിങ്ങൾ തെളിയിച്ചു. പട്ടാളത്തെ പറയുമ്പോൾ നമുക്ക് ശരിയാണ്, നമ്മുടെ പട്ടാളം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനമാണ്. പക്ഷേ ഉണ്ടല്ലോ, അതും രാഷ്ട്രീയക്കാർ തൻ്റെ വിരലിലെ കളിപ്പാവകളെ പോലെ ആക്കി മാറ്റുക. ഇനി നമ്മൾ എങ്ങനെ അഭിമാനിക്കും അവർ ഹീറോയസ് എന്ന്? അവരെ അപമാനിക്കല്ല, അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഒരുപാട് ബഹുമാനിക്കുന്നു. അവർ ഞങ്ങളുടെ രാഷ്ട്രത്തിന് സംരക്ഷണം നൽകുന്ന അവർ തന്നെയാണ്. പക്ഷേ സ്വന്തം രാജ്യത്തിൻ്റെ അകത്ത് അവരെ കൊണ്ട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇനി പിന്നെ അവരെ ഓർത്ത് എങ്ങനെ അഭിമാനിക്കാൻ പറ്റും? നിങ്ങളുടെ ഈ ജെൻസിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും ജീവിച്ചിരിക്കാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. 1997 ശേഷം 2012 വരെ ജനിച്ച നിങ്ങളെല്ലാവരും ജെൻസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് തന്നെ ഒരു രോമാഞ്ചം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് മക്കളെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഇനി അടുത്തത് മതവർഗീയതകൾ വളർത്തിയെടുക്കുക. അത് ഏത് മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ക്രിസ്ത്യൻ മതമായിക്കോട്ടെ, മുസ്ലിം മതമായിക്കോട്ടെ, നിങ്ങളുടെ മത നേതാക്കന്മാർ ഇനി ഒന്ന് സൂക്ഷിച്ചിരുന്നോ? ഇച്ചിരി ഒന്ന് സൂക്ഷിച്ചിരുന്നോ? ഇപ്പോഴത്തെ ജെൻസിയുടെ അടുത്ത് ഈ ഇല്ലാത്ത കഥകളൊന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചേക്കാൻ പറ്റത്തില്ലെന്നേ. അവരൊന്ന് വിരൽത്തുമ്പിൽ ചാറ്റ് ജിപിടിയോടോ ജെമിനിയോടോ ഒന്ന് ചോദിക്കുമ്പോൾ അവർക്കതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പിടികിട്ടും. ഇനി ഏത് സംഭവമാണെങ്കിലും. അതുകൊണ്ട് എല്ലാ മതനേതാക്കളും ഇച്ചിരി കള്ളത്തരങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ കള്ളത്തരം പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വേറൊന്നുമില്ല, നിങ്ങളുടെ മതത്തിൽ നിന്നും അവർ തന്നെ ഒഴിഞ്ഞു പോകും. അപ്പോൾ അത് ഇനി അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നൊരു കാര്യം, അന്ധമായ മതവിശ്വാസവും അതുപോലെ തന്നെ അന്ധമായ രാഷ്ട്രീയ ബോധവും രാഷ്ട്രത്തെ പറ്റിയുള്ള അന്ധമായ ബോധം അതും ഇനിയുള്ള തലമുറകളിൽ കുത്തിക്കയറ്റാൻ പലരും ശ്രമിക്കണ്ട കേട്ടോ. നമ്മളെപ്പോലുള്ള പ്രത്യേകിച്ച് ജെൻസിയുള്ള തലമുറകളും ഇനി വരാൻ പോകുന്നവരോടും അന്ധമായ വിശ്വാസമൊന്നും പാടില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിരൽ തുമ്പിലാണ് അറിവ്. അറിവ് അന്ധതയെ അകറ്റുന്നു, അന്ധകാരത്തെ മാറ്റുന്നു, പ്രകാശം നൽകുന്ന ഒന്നാണ്. അതാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്. അറിയോ, നിങ്ങളിൽ പലരും ജെൻസിയല്ല ഉദ്ദേശിച്ചു കേട്ടോ, ഇതിൻ്റെ പുറകിൽ കളിച്ച ഒരുപാട് പേർക്ക് തെറ്റിപ്പോയി. ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസത്തെ എന്തിന് മുച്ചൂട് മുടിച്ച് കളയണമെന്ന് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു 50 വർഷം പുറകിലോട്ട് പോയാൽ, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ പുറകിലോട്ട് പോയാൽ നമുക്കറിയാം, ഒരു കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉന്നത കുലജാതർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു. അതല്ല, കീഴ്ജാതിക്കാർക്ക് വിദ്യാഭ്യാസമേ പാടില്ല. എന്തിനായിരുന്നെന്നറിയോ അങ്ങനെ കാണിച്ചിരുന്നത്? അവർ കൂടി വിദ്യാഭ്യാസമുള്ളവരായി മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് അടിമകളായിട്ടിരിക്കുകയില്ല. പിന്നെ നിങ്ങളെ പിടിച്ചു കെട്ടാനേ ഒന്നിനും കഴിയത്തില്ലെന്ന് നിങ്ങൾ തെളിയിച്ചു. ഇവിടെ എന്തായിരുന്നു നടക്കുന്നത്? ഇവിടെ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവനെ ഉടനെ പിടിച്ചടക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഒന്ന് നേരെ ചൊവ്വേ വന്നു കഴിഞ്ഞാൽ അവനെ ആ പാർട്ടിയിൽ നിന്ന് ഉടനെ അടുത്ത മറ്റേ പാർട്ടിയിലോട്ട് ചാടിക്കുന്നത് എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഓരോരുത്തരെ വീട്ടിൽ വിടുന്നു, പിന്നെ ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അങ്ങനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി, അങ്ങനെയാണല്ലോ നമ്മളെ ചാനലുകാർ പോലും ഒരു ന്യൂസ് പോലും വെളിയിൽ വിടാത്തത്. അവർക്ക് മനസ്സമാനായിട്ട് ഒരു ന്യൂസ്, പിന്നെ അവരെ അനുകൂലിച്ചു കൊണ്ടുള്ള നമുക്കറിയാമല്ലോ, ചില പാർട്ടിക്കാരെ അനുകൂലിച്ചു കൊണ്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ നല്ല പോലെ ന്യൂസ് ചെയ്തുള്ളൂ. അല്ലാതെ അവരുടെ ദുഷ്സ്വഭാവങ്ങളെ പറ്റിയൊന്നും ഒരു മാധ്യമ പ്രവർത്തകരും ചെയ്തില്ല. പക്ഷേ ജെൻസി മക്കളെ, അവർക്ക് കളിച്ചത് നിങ്ങളോടാണെന്ന് തെറ്റിപ്പോയി. അവർക്ക് നിങ്ങളെ അങ്ങനെയും പൂട്ടാൻ പറ്റിയില്ല,
നിങ്ങളെ ഒന്ന് അല്ലെങ്കിൽ അവരെ വെച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മേലൊരു ഇൻസ്പെക്ഷൻ ചെയ്ത് നിങ്ങളെ പൂട്ടാമെന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല. മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി അവരെയും വെച്ച് ഒതുക്കാമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അതും മേലെ പറന്നു കഴിഞ്ഞു. എന്ത് ചെയ്യാനാ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തൂക്കി, സോഷ്യൽ മീഡിയ മുഴുവനും തൂക്കി. ഇവരൊന്നും ഇത്രയും വിചാരിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുതിയൊരു വന്നിരിക്കുന്ന രഹസ്യം, പരസ്യമാകാത്ത രഹസ്യം. എല്ലാവരും തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഫോളോവേഴ്സിനെ കൂട്ടിക്കോ എന്നാ ഇപ്പോൾ പുതിയ ചൊല്ല്. ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. വ്യാജമായിട്ടാണ് കുറേ പേര് കൂട്ടുന്നത്, അതും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഇതാണ് മക്കളെ, നിങ്ങളെ കണ്ട ഇപ്പോൾ ഇനി അടുത്തുള്ള ഒരു ജനറേഷൻ പഠിക്കാൻ പോകുന്നത്. ജെൻസിയുടെ പ്രക്ഷോഭത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നത് വിദേശ ഫണ്ടാണെന്നാണ് നിങ്ങളെല്ലാവരും കൂടെ തട്ടിക്കൊഴിച്ച് 40 വട്ടം വിളിച്ചു കൂവിയത്. എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ പറയുന്നു അങ്ങനൊരു ഫണ്ട് ഇല്ല എന്ന്. നിങ്ങൾ എത്ര മനുഷ്യനെ മന്ദബുദ്ധിയാക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. വണ്ടി നിങ്ങൾ തന്നെ അടിച്ചു പൊളിക്കും, നിങ്ങളുടെ ആൾക്കാർ കൊണ്ട് അടിച്ചു പൊളിക്കും, എന്നിട്ട് പറയും നമ്മളാണ് അടിച്ചു പൊളിച്ചത്. എന്തൊക്കെയാണല്ലേ ഇതാണ് മക്കളെ രാഷ്ട്രീയം. രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. ഇപ്പം വിദേശ ഫണ്ടുമില്ല, തന്നവരുമില്ല, തിന്നവരുമില്ല. അപ്പം നിങ്ങൾ എത്രയൊക്കെ കള്ളം പറയും. ഇപ്പോഴത്തെ ജെൻസിയുടെ കാലഘട്ടത്തിലുണ്ടല്ലോ, നിങ്ങൾക്ക് അവരുടെ വാ പൊത്താൻ പറ്റാത്തത് നിങ്ങളുടെ ഗതികേടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇൻസ്റ്റാഗ്രാമും ഇതുപോലുള്ള സോഷ്യൽ മീഡിയയും കാരണം പ്രമുഖ വാർത്താ ചാനലുകളുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പ്രമുഖ വാർത്താ ചാനലുകൾ ഒരുത്തനെയും കണ്ടില്ല. ഇപ്പം ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്, സാജൻസ്കറിയെ പോലുള്ളവന്മാർ പച്ചക്കള്ളം അടിച്ചു വെച്ചുകൊണ്ട്. ഒരിക്കൽ അവനെ ജയിലിലാക്കാൻ വേണ്ടി പലരും കൂടെ ഈ വെടക്കാക്കി തനിക്കാക്കി എന്ന് പറയുന്ന പോലെ ഇപ്പം ഒരു മുമ്പ് പാർട്ടിയുടെ എങ്ങും പെടാതെ നല്ലൊരു സത്യസന്ധനായ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിചാരം, സാജൻസ്കറിയെ പോലുള്ളവർ. പക്ഷേ പുള്ളിയെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തവനെ പോലെ ആക്കി വരുത്തി. എവിടെ നിന്നാലും കേസാണ്, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞു. അതെന്താണ്, ആരാണ് ആക്കിയെന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു രക്ഷകരായിട്ട് ഒരു പാർട്ടിക്കാർ വരുന്നു. അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ കേസുകൾ വരുന്നത്. അവർക്ക് അനുകൂലമായിട്ട് കുറച്ച് പേര് നിൽക്കുന്നു. എന്നിട്ട് രക്ഷകരായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നു. ഞങ്ങളാണ് ഇതിൻ്റെ രക്ഷകൻ. ശരി, ആ പാവത്തിന് ജീവിക്കണമെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ തമ്പിയല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പാവം സാജൻസ്കറിയ ഇപ്പോൾ ഒരു പാർട്ടിയുടെ മാത്രം മാമാപ്പണിയും ചെയ്ത് ജീവിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ സത്യസന്ധനായ മാധ്യമപ്രവർത്തകനാണെന്ന്. വെൽ ഡൺ മൈ ബോയ്സ്. ഇനി ഇത് ഒരുപാട് നാൾ നിലനിൽക്കത്തില്ല കേട്ടോ. ജെൻസിയോട് കളിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് കളിച്ചോ കേട്ടോ. ഓക്കെ, തിരി കൊളുത്തി വെച്ചിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയല്ല കേട്ടോ, ഒരു മാലപ്പടക്കത്തിനാണെന്ന് നിങ്ങൾ ഓർത്തോ. നിങ്ങൾ പലതും പറയുന്നുണ്ട്. വിദേശ ഫണ്ട് ആദ്യം എന്തൊക്കെയാണ് പറഞ്ഞത്? വിദേശ ഫണ്ട്, പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട്, ചൈനയിൽ നിന്ന് ഫണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വായിക്കോ തോന്നിയതെല്ലാം നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കറിയാം. അത് മാധ്യമങ്ങളിലെ പല നേതാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് 24 മണിക്കൂറും ഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. വണ്ടി അടിച്ചു പൊളിച്ചത്, അയ്യോ എന്തൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിനെല്ലാം തെളിവ് കിട്ടിയപ്പോൾ നിങ്ങൾക്കിടെ വായിക്കാത്ത പിന്നെ നാക്കൊണ്ടൊന്ന് തപ്പിപ്പിടിച്ച് നോക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഒരു പാർട്ടി നേതാവിനെയോ ഒരു പാർട്ടിയെയോ കുറ്റം പറഞ്ഞാൽ അത് രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്ത്, അത് ഏത് പാർട്ടിയെന്നൊന്നും പറയണ്ട, ഒരു പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്ത് അയാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ പാർട്ടിക്കെതിരാണ് എന്ന് പറയും. ഇനി ചിലരുടെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടി നേതാവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നീ രാജ്യദ്രോഹി എന്ന് പറയും. എടാ, ഈ പല പാർട്ടികളും ഈ രാജ്യത്തിൻ്റെ ഏതാനും കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ പാർട്ടി രാജ്യമല്ല, ഒരു പാർട്ടി നേതാവും ഈ രാജ്യമല്ല. ഓക്കെ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്കതറിയാം. ഞങ്ങളെ രാജ്യസ്നേഹമൊന്നും പഠിപ്പിക്കണ്ട, മനസ്സിലായോ? ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമാണ് രാജിവെച്ചെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അടുത്തത് ജെൻസി വിചാരിച്ച പലതും നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പെട്രോളിൽ എത്തനോൾ കലർത്തി നിങ്ങൾക്ക് മാത്രമാണ് ലാഭം ഉണ്ടാക്കിയത്, അല്ലാതെ രാജ്യത്തിനോടുള്ള സ്നേഹം കൊതിച്ചിട്ടോ നിങ്ങൾ രാജ്യസ്നേഹം കൊണ്ട് ദേശസ്നേഹം കൊണ്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയൊന്നും അല്ലല്ലോ. നിങ്ങളുടെ പോക്കറ്റിലേക്ക് കുറച്ച് പേരുടെ കൈകാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ കുറേ പൊട്ടന്മാർ ആ പാർട്ടിയിൽ തൂങ്ങി രാജ്യസ്നേഹം അവരെന്തെങ്കിലും പറഞ്ഞ രാജ്യസ്നേഹം എന്ന് പറയും. എടാ, നിൻ്റെ തലമുറകളാണ് നശിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ വിദ്യാഭ്യാസം തകർന്നു കഴിഞ്ഞാൽ നിൻ്റെ തലമുറകൾ തന്നെ നശിക്കും. നീ തന്നെയാണ് അവർക്ക് വാലട്ടിപ്പട്ടികളായിട്ട് കിടക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. ഇനി പെട്രോളിൽ എത്തനോൾ കലർത്തി ഈ 20, 40, 100 എന്നും പറഞ്ഞ് വരുന്നില്ലേ? ആർക്കടാ ലാഭം? അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാനുള്ള തലമണ്ടെങ്കിലും കാണിക്കുക. അറ്റ്ലീസ്റ്റ്
അതിനകത്തും കുറച്ച് പേരുടെ കൈകളിലേക്കാണ്. ഇതുകൊണ്ടൊന്നും ഒരു രാജ്യസ്നേഹവും വരുന്നില്ല. ഇതിനു മുമ്പ് നമുക്ക് ക്രൂഡ് ഓയിൽ വളരെ കുറഞ്ഞ പൈസ കിട്ടിയപ്പോഴത്തേക്കും അപ്പോഴും നമ്മുടെ രാജ്യത്തിൽ പെട്രോൾ വില കുറയുന്നില്ല. ജനങ്ങളിൽ നിന്ന് എല്ലാം പിഴിയുക. ഇത് ആർക്കാണ് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? എന്നിട്ട് പറയും ഞങ്ങൾ റോഡ് ഉണ്ടാക്കില്ലേ, 1947 റോഡാണോ ഇന്നത്തെ റോഡ്? എടാ, ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത്രയും റോഡ് പണിയുന്നതാണോ ഇത്രയും വലിയ കാര്യം എന്ന് പറയുന്നത്? പണ്ട് ആരോ ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഞാൻ ആലോചിക്കുക, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 140 കോടിയോ അങ്ങനെ എന്തോ ജനങ്ങളാണെന്ന് വെച്ചോ, ഒരു ഉദാഹരണം. എവിടെ ഒരു വാട്സപ്പ് മെസ്സേജ് കേട്ടതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് വേസ്റ്റാക്കി കളയുന്ന ഒരു പ്രതിമകൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു വികസിത രാജ്യം അവരവരുടെ രാജ്യത്തേക്ക് എല്ലാ ആർഭാടങ്ങളും കഴിഞ്ഞിട്ട് അവർ ആർഭാടത്തിന് വേണ്ടി പൈസ മുടക്കുമ്പോൾ ഓക്കെ, ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞതാ, ഒരു പ്രതിമ ഉണ്ടാക്കുമ്പോഴത്തേക്കും 200 പേർക്ക് 200 അല്ലെങ്കിൽ 200 കുടുംബങ്ങൾക്ക് ജോലി കിട്ടിയില്ലേ അല്ലെങ്കിൽ കിട്ടത്തില്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷേ അതിന് ചിലവ് എത്രയായിരുന്നു അറിയോ? 340 350 കോടി ചിലവുകൾ മുടക്കി ചിലവാക്കുമ്പോൾ ഒരു കുഞ്ഞു ക്വസ്റ്റ്യനേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് ആകെക്കൂടി 140 കോടി ജനമേ ഉള്ളൂ. ഈ 340 ഒരൊറ്റ പ്രതിമയുടെ പൈസ എല്ലാവർക്കും ഒന്ന് ചുമ്മാ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ 200 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ 200 പേർക്ക് ജോലി നിങ്ങൾ കൊടുത്തില്ലെങ്കിലും രാജ്യത്തിൽ പിന്നെ ദരിദ്രന്മാരേ ഇല്ലെന്നേ. ഇതൊന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലേ മക്കളെ, അല്ലേ? അപ്പോൾ ഇനി ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ വീമ്പൊന്നും മുടക്കണ്ട. നിങ്ങളുടെ ഈ അന്ധമായി പറയുന്ന ഈ അന്ധബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി ഉണ്ടെങ്കിൽ അതിനെ മന്ദബുദ്ധി എന്നെങ്കിലും പറയാൻ പറ്റും. ഇത് അതും ഇല്ലാത്തതിനെ എന്തൊക്കെ പറയാൻ പറ്റും? ഓക്കെ, അതുകൊണ്ട് ഈ ജെൻസിയുടെ അടുത്ത് ഇനി നിങ്ങൾ കളിക്കണ്ട. അതുമല്ല, നിങ്ങളൊന്ന് ഒതുങ്ങുന്നതാണ് നല്ലത്. അടുത്തത് മക്കളെ എത്തനോളിൽ വരുന്നുണ്ട് കേട്ടോ. എത്തനോൾ നിങ്ങൾ കാലത്ത് അടിച്ച് കലക്കിക്കോ. ഇനി അടിച്ച് കലക്കാൻ പറ്റുന്നോളം കലക്കിക്കോ. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് അങ്ങോട്ടാണ് മക്കളെ. See you soon.